What's happening people? This is Kochimachan and welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ദ 2025 വേർഷൻ പനികാലെ V4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയ്ക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ V4 അല്ലേ. V4S ഉണ്ട്, V4 ഉണ്ട്, രണ്ട് വേരിയൻസ് ആണ് ഇറക്കിയേക്കുന്നത്. V4ൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നത് 37,50,000 rupees ആണ്. ഓൺ റോഡ് കൊച്ചി വന്നത് അതും V4Sന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 46 lakhs ഉണ്ട്. നമ്മുടെ ഓൺ റോഡ് പ്രൈസ് ഫുള്ളി റീഡിസൈൻ ചെയ്താണ് ഇറക്കിയേക്കുന്നത്. ഒരു രക്ഷയില്ല, കുറച്ചും കൂടെ ഷാർപ്പർ ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ സ്ലീക്ക് ആയിട്ടുള്ള ലുക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ ഇൻറ്റഗ്രേറ്റഡ് ആ ഒരു നമുക്ക് വിംഗ്ലെറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ആ ഒരു നമ്മുടെ ഹെഡ് ലാംപ്സ്. നമുക്ക് മേളിൽ DRL കാണാം. ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് പണ്ട് മിററിലായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടേക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആക്കിയിട്ടുണ്ട്. ആ വിംഗ്ലെറ്റ്സ് ഫ്രണ്ട് നമുക്ക് നോക്കാൻ പോയാൽ 330mm ഡുവൽ ഡിസ്ക് ബ്രേക്സ് കാണാം വിത്ത് ബ്രെംബോയുടെ സ്റ്റൈലിമ എന്ന് പറഞ്ഞ കാലിപ്പേഴ്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ടയേഴ്സ് നോക്കാൻ പോയാൽ സൂപ്പർ കോസയാണ്, ഭയങ്കര സ്റ്റിക്കി ടയേഴ്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ആൻഡ് അത് കൂടാണ്ട് മിറേഴ്സ് ഒക്കെ പണ്ട് ഈ ഒരു ഫെയറിങ്ങിന്റെ മേളിൽ നിന്നായിരുന്നു, ഇപ്പോൾ ഉള്ളിൽ നിന്ന് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഉള്ളിൽ നിന്നാണ് ആ മിറേഴ്സ് ഒക്കെ അവർ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ മിറേഴ്സ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ എന്താ പറയുക, ആ മിറർ ഊരിക്കളഞ്ഞ ഫ്രണ്ട് ഭാഗത്ത് വേറെ ഒന്നും ഒരു സാധനവും ഇതിൻ്റെ ഭംഗിനെ കളയാനുള്ള ഒരു സാധനവും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇവർ ഈ ഒരു വണ്ടി ഇപ്രാവശ്യം ഇറക്കിയേക്കുന്നത്. പിന്നെ നോക്കാൻ പോയാൽ ഇതിൻ്റെ എൻജിനല്ല, ആ എൻജിൻ പവർ പ്രൊഡക്ഷൻ ഒന്നും ഒരു വ്യത്യാസമില്ല. ഇതിന് വന്നിരിക്കുന്നത് ഒരു V4 എഞ്ചിനാണ്. 1103cc V4 എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിനും ഡെസ്മോ സർവീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ മൾട്ടിക്ക് വന്ന പോലെ 60,000-ഒന്നുമില്ല, ഇതിന് 25,000-ലാണ് ഡെസ്മോയും കാര്യങ്ങളൊക്കെ വന്നത്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. അണ്ടർബെല്ലി എക്സോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വലിയ റേഡിയേറ്ററും ഓയിൽ കൂളറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൊഡ്യൂസറിന് പവർ എന്ന് വെച്ചാൽ 216 PS ആണ്. ഈ എക്സോസ്റ്റ് കൂടിയിട്ട് ഒരു അക്രയുടെ എക്സോസ്റ്റ് വെച്ചാൽ ഓൾമോസ്റ്റ് 12 to 14 bhp കൂടുകയും ചെയ്യും, വെയിറ്റ് അതുപോലെ കുറയുകയും ചെയ്യും. ആൻഡ് ഇതിന് നമ്മൾ പയ്യെ ഓടിക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ സീറ്റിൻ്റെ അടിയിലുള്ള 2 സിലിണ്ടർ കട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോട്ടലി ഡിഫറെൻറ്റ് സ്വിംഗ് ആമാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ സിംഗിൾ സൈഡ് സ്വിംഗ് ആമായിരുന്നു. ഇപ്പോൾ ആ സ്വിംഗ് ആം മാറ്റി ഒരു ഹോളോ സ്വിംഗ് ആം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു അലുമിനിയം സ്വിംഗ് ആം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഡുക്കാട്ടിയുടെ ആ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ സ്വിംഗ് ആമാണ്. 240mm റിയർ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇതാണ് സൂപ്പർ കോഴ്സ എന്ന ടയർ, ഭയങ്കര സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തൊടുമ്പോൾ തന്നെ അവിടെ എൻ്റെ പാട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്റ്റിക്കി ആയിട്ടുള്ളൊരു ടയേഴ്സാണ് ഇപ്രാവശ്യം കൊടുത്തേക്കുന്നത്. അലുമിനിയം വീൽസ് ആണ്. V4Sന് ഫോർജ്ഡ് വീൽസ് ആണ് കൂടെ, കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് വീൽസ് ആയിരിക്കും. പിന്നെ ഫുള്ളി ഇലക്ട്രോണിക് സസ്പെൻഷൻ ആയിരിക്കും ഓളിൻസിൻ്റെ. ഇതിന് വന്നേക്കുന്ന ഷോവയുടെ സസ്പെൻഷനാണ്. ഇതാണ് ആ ഒരു ടെയിൽ സെഷൻ കേട്ടോ. ആ ടെയിൽ സെഷനും ചെറുതായിട്ടൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് നമ്പർ പ്ലേറ്റും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടോ ഷോവയുടെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ നമുക്ക് കാണാം. 6 സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പർ ക്ലച്ച് ഒക്കെ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഇഷ്ടംപോലെ ഇലക്ട്രോണിക്സ് ആണ് അവർ കൊടുത്തേക്കുന്നത്. ആൻഡ് ക്വിക്ക് ഷിഫ്റ്റർ അപ്പ് ഡൗൺ എല്ലാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വണ്ടി, സിംഗിൾ സീറ്റാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു കോക്പിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. ഷോയുടെ നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഫുള്ള് സ്വിച്ചസ് ആണ്, ഫുൾ ഓഫ് സ്വിച്ചസ്. അതേപോലെ ഇലക്ട്രോണിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ക്ലച്ച് ആയാലും ബ്രേക്ക് ആയാലും നമുക്ക് ഹൈഡ്രോളിക് ആണ്. നമുക്ക് രണ്ടും നമുക്ക് ബ്രെംബോയുടെ മാസ്റ്റർ സിലിണ്ടേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ഡാമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഡിസ്പ്ലേ ഓണാക്കി കാണിച്ചു തരാം. സോ ഇതിന് വന്നിരിക്കുന്ന ഒരു 5-inch TFT കളർ TFT ഡിസ്പ്ലേ, ഫുൾ ടോട്ടലി ഡിഫറെൻറ്റ് ഡിസ്പ്ലേ ആയിട്ട് ഇതിന് വന്നേക്കുന്നത്. കണ്ടോ V4 എന്നൊക്കെ എഴുതി വരും. ഭയങ്കര രസമാണ് കാണാൻ. ഇപ്രാവശ്യം ലീൻ ആംഗിൾ സെൻസർ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ എത്രത്തോളം ബ്രേക്ക് കൊടുക്കുന്നോ, എത്രത്തോളം നമ്മൾ കണ്ടോ ബ്രേക്ക് പിടിക്കുമ്പോൾ റെഡ് കത്തണുണ്ടോ, എത്രത്തോളം ബ്രേക്ക് കൊടുക്കും, എത്രത്തോളം ത്രോട്ടിൽ ഓപ്പൺ ചെയ്യണോ അത് കാണിക്കും. അത് കൂടാണ്ട് പിന്നെ നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ്, പവറും ടോർക്കും എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് കാണിക്കും. ആൻഡ് ഇത് G-ഫോഴ്സ്, നമ്മൾ എത്രത്തോളം ബ്രേക്ക് പിടിക്കുമ്പോൾ എത്രത്തോളം G-ഫോഴ്സ് അപ്ലൈ ആവുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ കാണിക്കും. കണ്ടോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. അതുകൂടാണ്ട് നമുക്ക് ഓൺ ദ ഗോയിൽ തന്നെ നമുക്ക് വീലി കൺട്രോൾ, എൻജിൻ ബ്രേക്കിംഗ്, ABS, ട്രാക്ഷൻ കൺട്രോൾ, സ്ലൈഡ് കൺട്രോൾ, ഇങ്ങനത്തെ എല്ലാ കാര്യവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മോഡ്സ് മാറാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ചിൽ നമുക്ക് മോഡ്സ് മാറ്റാം. വെറ്റ്, റേസ് A, റേസ് B, 2 റേസ് സെറ്റപ്പ് ഉണ്ട്. സ്പോർട്ട് ഉണ്ട്, റോഡ് ഉണ്ട്, വെറ്റ് ഉണ്ട്. ഇത്രയും മോഡ്സാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ റേസിലൊന്ന് ഇട്ട് ഞാൻ കാണിച്ചു തരാം. റേസിലിട്ട് കാണിക്കുമ്പോഴത്തേക്കും കണ്ടോ ഫുൾ ആ സംഭവം മാറി. നമുക്ക് ട്രാക്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ, ട്രാക്ഷൻ കൺട്രോൾ, സ്ലൈഡ് കൺട്രോൾ, വീലി കൺട്രോൾ, എൻജിൻ ബ്രേക്കിംഗ്, ABS, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തത്. അത് നമുക്ക് ഓൺ ദ ഗോയിൽ നമുക്ക് മാറാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നത്. അപ്പോൾ അധികം ഇലക്ട്രോണിക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ ഇപ്രാവശ്യം അവർ കൊടുത്തേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡുക്കാട്ടി പനികാലെ V4S എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് സസ്പെൻഷനായിരിക്കും, ഓയിൻസിൻ്റെ സസ്പെൻഷനായിരിക്കും അവർ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയിൽ കയറി ഇത് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കാം. വണ്ടിയുടെ വെയിറ്റ് തന്നെ ഓൾമോസ്റ്റ് 198 to 200 kg ഇടയിലാണ് വണ്ടിയുടെ വെയിറ്റ്. പവർ ടു വെയിറ്റ് റേഷ്യോ നിങ്ങൾക്ക് ആലോചിക്കാന്നുള്ളൂ. സീറ്റ് ചെയ്ത് നോക്കുമ്പോൾ 835mm ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ട് നല്ലൊരു ടിപ്റ്റോ ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ
ഈ വണ്ടിയിൽ ഇരിക്കുന്നത്. അതുപോലെ 16 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൽ ടാങ്ക് ആണ്. ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ സൈസ് ഭയങ്കര വ്യത്യാസമുണ്ട്. വണ്ടിക്ക് ഇവിടെ നിന്ന് ഭയങ്കര സൈസ് തോന്നും. ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര സ്ലീക്ക് ആയിരിക്കും. റൈഡിങ് പൊസിഷൻ കണ്ടോ ഭയങ്കര അഗ്രസീവാണ്. ട്രാക്ക് ബ്രീഡ് വണ്ടി, ഒരു ട്രാക്കിൽ ഓടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു റൈഡിങ് പൊസിഷനാണ്. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് ഈ ഒരു V4 അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിങ്ങനെ ടക്കിൻ്റെ ഒക്കെ ചെയ്തിരിക്കാൻ നമ്മുടെ കണ്ടോ എന്താ രസം, എന്താ വണ്ടിയല്ലേ, ഒരു രക്ഷയില്ല. അന്യായ ലുക്കും അന്യായ പവറും, പവർ ടു വെയിറ്റ് റേഷ്യോയിലാണ് ഇപ്രാവശ്യം അവർ ഈ വണ്ടി ഇറക്കിയേക്കണേ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 37 ലക്ഷം, V4Sന് 45-46 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ആൻഡ് സർവീസ് ഞാൻ പറഞ്ഞ പോലെ ഡെസ്മോയും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഡുക്കാട്ടി ഷോറൂമിലേക്ക് വന്നാൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. വണ്ടി ഒന്ന് ഹീറ്റ് ആവണേണ്. അപ്പോൾ വി ആർ വെയിറ്റിംഗ്. സോ അതായിരുന്നു നമ്മുടെ ഏറ്റവും പുതിയ പനികാലെ V4 ഒരു എക്സോസ്റ്റ് സൗണ്ട്. നിങ്ങളത് കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്. ഇതൊക്കെ നമുക്ക് ഓടിക്കാൻ കിട്ടും. പെർമിഷനൊക്കെ എടുക്കണമെന്നാണ് പറഞ്ഞേക്കണത്. ഡുക്കാട്ടിക്ക് മെയിലൊക്കെ അയച്ച് പെർമിഷനൊക്കെ കിട്ടിയാൽ നമുക്ക് ഇത് ഓടിക്കാൻ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പെർമിഷനൊക്കെ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് ഉടനെ റൈഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ ഒരു പുതിയ വേർഷനാണോ അതോ പഴയ ഡുക്കാട്ടി V4 ആണോ ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യം. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലിങ് അടുത്ത വീഡിയോ ബെല്ലിങ് അറിയിക്കുന്നതായിരിക്കും. മറ്റാരുമല്ല നിങ്ങൾ സ്വന്തം കുറിച്ച് ചാൻ.